പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ തന്നെ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും കർത്താവേ, അങ്ങയുടെ ശക്തി പ്രാഭവത്താലും അങ്ങയുടെ ശക്തമായ ഇടപെടലിനാലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കേട്ട് മക്കളെ അനുഗ്രഹിച്ച് ഇവിടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, ആകുലപ്പെട്ട് കഴിയുന്ന മക്കള്, കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്ന മക്കള്, ജീവിത പങ്കാളിയോർത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവ് എല്ലാ മക്കളെയും എല്ലാ വേദനകളോടെ, സങ്കടങ്ങളോടെ, രോഗങ്ങളോടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ ശക്തമായ ഇടപെടലും അങ്ങയുടെ വചനത്തിലൂടെ നൽകിയ വാഗ്ദാനങ്ങളും അങ്ങയുടെ മക്കളിൽ പൂർത്തീകരിക്കണമേ. അതിനായിട്ട് കർത്താവേ, ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവമേ അവിടുത്തെ സ്നേഹവും പരിശുദ്ധാത്മാവേ അവിടുത്തെ സഹവാസവും നിറച്ച് ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ശക്തമായ കൂട്ടായ്മയും കർത്താവിന്റെ സന്നദ്ധിയിൽ സ്വീകാര്യമായി കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനമാണ്. നമുക്ക് മനുഷ്യകരങ്ങളിലില്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാഭവമുള്ളവനാണ്, ശക്തനാണ്, സർവാധിപനാണ്. അവിടുന്ന് വലിയ കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യകരങ്ങളിൽ നമുക്ക് ആശ്രയിക്കണ്ട. മനുഷ്യകരങ്ങളിലല്ല, പിന്നെയോ കർത്തൃകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാം. വലിയൊരു ആഹ്വാനമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, യെശയ്യാ പ്രവാചന പുസ്തകത്തില് 2-ാം അധ്യായത്തിന് 28-ാം വചനം പറയുന്നുണ്ട്, മനുഷ്യനിൽ നീ ആശ്രയിക്കരുത്, അവൻ ഒരു ശ്വാസം മാത്രമാണ്. ഈ ലോകത്തില് ഒരു മനുഷ്യകരങ്ങളിലും നമ്മൾ ആശ്രയിച്ച് ജീവിക്കരുത്. അവനൊരു ശ്വാസമുള്ളൂ. മാത്രല്ല, എല്ലാവരുടെയും സ്വഭാവം ഏത് സമയത്തും മാറാം. ഭാര്യ ഭർത്തൃബന്ധം ആരംഭിക്കുമ്പോൾ എന്ത് സ്നേഹ, കുറെ കഴിയുമ്പോൾ ചിലതൊക്കെ, ചില കൂട്ടുകെട്ടുകള്, ചില ബന്ധങ്ങള്, നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന മക്കള്, പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യര്, അതുകൊണ്ട് ആരെയും നമുക്ക് ഉറച്ച് ഒരു പരിധി വിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ എപ്പോഴും വിശ്വസിക്കാവുന്ന, എപ്പോഴും കൈവിടാതെ സ്നേഹിക്കുന്ന, കാരുണ്യം തന്നെയായ, പ്രഭാവം പോലെ തന്നെ കരുണ നിറഞ്ഞ കർത്തൃകരങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ ശരണത്തിൽ മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അതുകൊണ്ട് ഇന്ന് ദൈവവചനം നമ്മൾ പറയാണ്, മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കണം. പിന്നെ കർത്താവ് കാരുണ്യവാനായ കർത്താവ് അവിടുത്തെ പ്രാഭവത്താല്, ശക്തിയാല്, അവിടുത്തെ ബലമുള്ള കരബലത്താല് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ രക്ഷിക്കും, നമ്മെ നയിക്കും, നമ്മെ നിയന്ത്രിക്കും. നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒത്തിരി വേദനകളില്ല മക്കളെ, ദുഃഖഭാരങ്ങള്, ആകുലതകള്, ഉത്കണ്ഠകള്. നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട, സമ്പത്തിനെ ആശ്രയിക്കേണ്ട. ഒരു രോഗം വന്നാല് എത്ര സമ്പത്ത് വേണമെങ്കിലും പോകാൻ അധിക സമയം വേണ്ട. ഒരു രോഗം വന്നാൽ ലക്ഷങ്ങൾ, ഒരു ഇഞ്ചക്ഷന് 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, ലക്ഷങ്ങൾ വില പിടിപ്പുള്ള ഇഞ്ചക്ഷനുകൾ കൊണ്ട് എത്രയോ മക്കൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തിൽ ആശ്രയിക്കേണ്ട, ഒരു മനുഷ്യനെയും ആശ്രയിക്കേണ്ട. ഒരു ഡോക്ടറിനോ ഒരു രാഷ്ട്രീയ അധികാരികൾക്കോ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നമ്മെ രക്ഷിക്കാൻ പറ്റില്ല. അവരൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. എന്നാൽ
സർവാധിപനും സർവശക്തനും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ആ ദൈവം അവിടുത്തെ പ്രാഭവം പോലെ തന്നെ കാരുണ്യവാനുമാണ്. ഇടപെടും, അനുഗ്രഹിക്കും, സൗഖ്യം നൽകും, പാപങ്ങൾ ക്ഷമിക്കും. ഈ ദിവസങ്ങളിലൊക്കെ പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ള അടിസ്ഥാനത്തില് കർത്താവ് നൽകിയ വാഗ്ദാനങ്ങള്, കർത്താവ് നൽകിയ ആഹ്വാനങ്ങള്, കർത്താവ് നൽകിയ ശക്തമായ ഇടപെടലുകള് സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകണം. മക്കളെ, നമ്മുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കാം. ഭയപ്പെടണ്ട, ഉത്കണ്ഠപ്പെടണ്ട, കർത്താവിൽ അർപ്പിക്കുക. കർത്താവ് നോക്കും, കർത്താവ് വിജയം നൽകും. നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ്. ഈ സന്ദേശങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തില് നമ്മുടെ പ്രാർത്ഥന സമയം ആവശ്യപ്പെട്ട മക്കളിൽ എല്ലാവരും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വീണ്ടും വീണ്ടും അങ്ങ് ഞങ്ങളെ അങ്ങയിൽ വിശ്വസിക്കാനും അങ്ങയിൽ സമർപ്പിക്കാനും അങ്ങയുടെ ശക്തി പ്രാഭവത്തില് അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടി അങ്ങേ തിരുവചനത്തിലൂടെ അങ്ങയിലേക്ക് വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവർ പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ, കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാനുള്ള കൃപയും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആ മനുഷ്യ കരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാനാണല്ലോ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്. കാരണം അങ്ങ് പ്രാഭവമുള്ള അതിശക്തനും സർവാധിപനുമായ കർത്താവാണെങ്കിൽ അതിനേക്കാളേറെ അങ്ങ് കാരുണ്യവാനാണ്. അങ്ങ് ഞങ്ങളോട് സ്നേഹമുള്ള കർത്താവാണ്, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. കർത്താവെ, ഇങ്ങനെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത്, ഞങ്ങളോട് കാണിക്കുന്ന കരുണയെ ഓർത്ത്, ഞങ്ങളെ കൈവിടാത്ത സ്നേഹത്തെ ഓർത്ത്, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സൗഖ്യത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരീക്ഷയിൽ ഞങ്ങളുടെ മക്കളെ സഹായിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകണമേ. അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അങ്ങയുടെ കരങ്ങളിലാണ് കർത്താവെ, അങ്ങയുടെ പരിഷ്ടമായ അതിശക്തമായ കരങ്ങളിലാണ് ഞങ്ങൾ തന്നെ അർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ, ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെ, അവരുടെ അവസ്ഥകളെ എല്ലാം അങ്ങയുടെ കരങ്ങളില് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ, സാമ്പത്തിക മേഖലകളെ, ജോലി മേഖലകളെ, കുടുംബ ജീവിതത്തെ, ഞങ്ങളുടെ ബന്ധങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ അധികാരം പ്രകടമാക്കണമേ. അങ്ങയുടെ പരമാധികാരത്തിന്റെ ശക്തി പ്രകടമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. കർത്താവ്, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ ശക്തി, പ്രാഭവത്തിന്റെ കരബലത്തിന്റെ ശക്തി അനുഭവിക്കാൻ വേണ്ടി ഏറ്റവും വിശ്വാസത്തോടും ശരണത്തോടും കൂടെ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്ത്, ജോലി, വീട്, നമ്മുടെ എല്ലാ ആകുലതകള്, ദുഃഖഭാരങ്ങള്, രോഗപീഠകള്
എല്ലാം അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി ഇരുകാരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ച മക്കളെ ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.